കേരളത്തിലെ 50 കോടീശ്വരന്മാർ എടുത്തു നോക്കുക നിങ്ങൾ. വേണ്ട, ഇന്ത്യയിലെ 100 കോടീശ്വരന്മാരെ പേര് നിങ്ങളൊന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക. അതിലൊന്നും നമ്മുടെ ഡോക്ടർ റോയിയുടെ പേരുണ്ടാവില്ല. അപ്പോൾ എന്താ പറയുക നമ്മൾ വിചാരിക്കേണ്ടത്? കേരളത്തിലെ ഒരു കോടീശ്വരനായിരുന്നില്ല നമ്മുടെ റോയ് സാർ. അതാണ് അതിൻ്റെ യഥാർത്ഥ പരമാർത്ഥ സത്യം. പക്ഷേ കേരളത്തിലെ കോടീശ്വരന്മാർ നമ്മുടെ ലിസ്റ്റിലുള്ള കോടീശ്വരന്മാർ ജീവിക്കുന്നതിനേക്കാളും ആഡംബരമായിട്ടാണ് റോയ് സാറ് ജീവിച്ചത്, മരിക്കുന്നവരെ. എങ്ങനെ? അതാണ് നമ്മൾ ആലോചിക്കുന്നത്. വെറും ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന റോയ് സാർ പൊടുന്നനെ കോടീശ്വരനായി, ദശലക്ഷം കോടീശ്വരനായിട്ട് മാറണം. 300 കോടി രൂപയുടെ കാറ് തന്നെയുണ്ട് ബാംഗ്ലൂരും കേരളത്തിലും അതുപോലെ തന്നെ UAE-യിലുമായിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ ഏതെങ്കിലും കോടീശ്വരൻ ജീവിക്കുന്നുണ്ടോ? അംബാനിനെ വിടട്ടാ. അപ്പോൾ റോയ് സാറ് ആരെയോ ഭയക്കുന്നുണ്ട്. അതാരെ എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. റോയ് സാറ് ഒരു കാരണവശാലും വീട്ടിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം റിസോർട്ടിലോ അദ്ദേഹത്തിൻ്റെ വില്ലകളിലോ താമസിക്കാറില്ല. അദ്ദേഹം ഒരു നൈറ്റിന് 3 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ, 5 ലക്ഷം രൂപയുള്ള ലക്ഷറി ആഡംബര ഹോട്ടലുകളിലാണ് താമസിക്കാറ്. അതും ഒറ്റയ്ക്ക് ഒരു റൂം എടുക്കില്ല, ആ ഫ്ലോറിലെ കംപ്ലീറ്റ് റൂം അങ്ങോട്ട് ബുക്ക് ചെയ്യും. എന്നിട്ട് അത്രയും വലിയ സെക്യൂരിറ്റിയാണ് മൂപ്പർക്ക്. ബോഡി ഗാർഡുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം തന്നെ നേരം വെളുത്ത് കാറിലേക്ക് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു ടീം ബോഡി ഗാർഡ് ഇറങ്ങി ചോട്ടിൽ വരും, ലിഫ്റ്റിൻ്റെ ചോട്ടിൽ നിൽക്കും. അത് കഴിഞ്ഞ് റോയ് സാറും 2-3 ബോഡി ഗാർഡും വീണ്ടും വന്ന് ഇറങ്ങും. പിന്നെ അടുത്തുള്ള ബോഡി ഗാർഡ് ഇറങ്ങും. എന്നിട്ട് എല്ലാവരും കൂടി റൗണ്ട് ചെയ്തിട്ട് കാറിൻ്റെ അവിടേക്ക് കൊണ്ടുപോകും. റോയ് സാർ ആരെയാണ് ഭയക്കണ്ടാകുന്നത്? റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ റോയ് സാറിന് ഒരുപാട് ശത്രുക്കളുണ്ട്. അത് ബാംഗ്ലൂരും ഉണ്ട്, അതുപോലെ തന്നെ UAE-യിലും ഉണ്ട്, അതുപോലെ തന്നെ കൊച്ചിയിലും ഉണ്ട്. ഇപ്പം നമ്മുടെ കോടീശ്വരന്മാരും ഇങ്ങനെ നടക്കുന്നവരൊന്നുമില്ല. നമ്മുടെ ഗോപാല സാർ തന്നെ നോക്ക്, അദ്ദേഹം ഒറ്റയ്ക്കാണ് നടക്കുന്നത്, ഒരാൾ കൂടി ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു ഡോക്ടർ ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹം ആരെയാണ് പേടിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ആഡംബര ജീവിതം നയിക്കാനുള്ള കാരണം എന്താണ്? എത്ര കോടികളാണെന്നറിയാം ഇദ്ദേഹം ഒരു ഹോട്ടലുകൾക്ക് വാടക കൊടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഗാർഡിനുള്ള ശമ്പളം, ഇതുപോലെ ആഡംബരമായിട്ട് നടക്കുക. അപ്പോൾ ഒരു ഈച്ചയ്ക്ക് പോലും അദ്ദേഹം താമസിക്കുന്ന ആ ഫ്ലോറിലേക്ക് കടക്കാൻ ഒരു ഈച്ചയ്ക്ക് പോലും സാധിക്കില്ല. അത്രയും ഹൈ സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ആരോ ഭയങ്കരമായിട്ട് ഭയമുണ്ട്. അതാരാണ്?